ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഏകാമൽ ജോബി, ബെഥൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് കോതമംഗലത്തിലെ ഒരു സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 62ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 38 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ചിന്തയിലേക്ക് കടക്കാം. സങ്കീർത്തനം 38 അതൊരു ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഫലമായി ദാവീദ് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളുടെ വിവരണമാണ് ഈ അധ്യായം. സങ്കീർത്തനം 38 ശീർഷകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ജ്ഞാപക സങ്കീർത്തനവും കൂടിയാണ്. പ്രകടമാക്കാത്ത ദാവീദിൻ്റെ ഹൃദയവേദനയും നല്ല നാളിൽ കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതന്മാരും കൂട്ടുകാരും മനസ്സിലാക്കാത്ത മാറിപ്പോകുന്നതിനെ കുറിച്ചുമെല്ലാം നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതേസമയം ഇതെല്ലാം യഹോവ അറിയുന്നു എന്ന തോന്നൽ ദാവീദിന് ഒരല്പം ആശ്വാസവും കൂടെ തോന്നിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായി ചിന്തിക്കാം. ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ദൈവമാണ് തനിക്ക് ഉത്തരം വരികയും ചെയ്യുന്നതെന്ന വിശ്വാസം ദാവീദിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ദാവീദ് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിൻ്റെ കുറ്റബോധത്താലും ആ തെറ്റിന് താൻ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളെയും ദാവീദ് ഓർത്തുകൊണ്ട് ദൈവത്തോടെ ഒരു ക്ഷമാപണത്തിലൂടെയും ആ തെറ്റിൽ നിന്നും ഒരു മോചനം ലഭിക്കുവാനുമായിട്ടുള്ള പ്രാർത്ഥനയും യാചനയുമായിട്ടാണ് ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും എല്ലാവരും തന്നെ ദാവീദിനെ തള്ളിപ്പറയുന്നു. പല പ്രശ്നങ്ങളിലും പോയി ദാവീദ് ചാടുകയും ദാവീദ് പൂർണ്ണമായും ഒരു പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം തന്നെ ദാവീദിനെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന ബോധം ദാവീദ് നന്നായുണ്ട്. എന്നാൽ തൻ്റെ രക്ഷകനായ ദൈവത്തിന് മാത്രമേ തന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് ദാവീദ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാലാണ് വാക്യം 15 ഇപ്രകാരം പറയുന്നത്: യഹോവേ, നിങ്കൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ, നീ ഉത്തരമരുളും. ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ദാവീദിനൊരു പ്രശ്നം നേരിട്ടപ്പോൾ ദാവീദ് ആദ്യം ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. തൻ്റെ കർത്താവായ നമ്മുടെ രക്ഷകനായ ദൈവത്തിലാണ് ദാവീദ് ആദ്യം ആശ്രയിക്കുന്നത്. കാരണം തന്നെ മറ്റാരും സഹായിച്ചില്ലെങ്കിലും തന്നെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നൊരു പ്രത്യാശ ദാവീദിൽ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അന്ധകാരമൊന്നും തന്നെ ദാവീദിൽ ദൈവത്തിലുള്ള ഒരു പ്രത്യാശയും ഇല്ലാതാക്കുന്നില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദാവീദിൻ്റെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എത്ര അന്ധകാരം വന്നാലും ദൈവം ഉത്തരം നൽകുമെന്ന ഉറപ്പും പ്രത്യാശയും നമുക്ക് ദാവീദിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകയുമാണ്. നമുക്ക് അതുപോലെ എത്ര തന്നെ വന്നാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മെ സഹായിക്കുവാനും നമ്മെ കൂടെ നടത്തുവാനും നമ്മുടെ ദൈവമുണ്ട്. നാം ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ മാത്രം മതി. 38-18 വാക്യത്തിൽ ദാവീദിൻ്റെ മറ്റൊരു സവിശേഷത കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ, തെറ്റിനെ ന്യായീകരിക്കാത്ത ഒരു സ്വഭാവം. അതായത് താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റിനെ ന്യായീകരിക്കുന്നതിന് പകരം അത് ഏറ്റുപറയുകയും താൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് അതിനെ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന ദാവീദിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലെല്ലാം നാം പ്രാവർത്തികമാക്കേണ്ടതാണ്. മനുഷ്യരാകുമ്പോൾ തെറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്ത് അതിനെ ന്യായീകരിക്കാതെ തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് നമ്മൾ ഏറ്റുപറഞ്ഞ് അതിന് മാപ്പപേക്ഷിക്കുകയും വേണം. ദാവീദ് ഇങ്ങനെ തെറ്റ് ഏറ്റുപറയുന്നതോടെ ദൈവത്തിൻ്റെ ഒരു സവിശേഷത നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതെന്താണെന്നാൽ, നിർമ്മലതയോടെ ദൈവസന്നിധിയിലെത്തുന്നവരോട് ദൈവം ഒരിക്കലും ക്ഷമിക്കാതിരിക്കുകയില്ല. കുറ്റങ്ങൾ ഏറ്റു പറയുന്നവരോട് ദൈവം കരുണ കാണിക്കുമെന്ന് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനത്തിലൂടെ നമുക്ക് മറ്റൊരു കാര്യം കാണാം. നീതിമാനായ ദൈവത്തിൽ ആരംഭിച്ച് രക്ഷകനായൊരു ദൈവത്തിലാണ് ഇത് അവസാനിക്കുന്നത്. ദൈവമക്കളായ തൻ്റെ മക്കള് ഒരു തെറ്റ് ചെയ്താൽ അതിനെ നീതിയോടുകൂടെ തന്നെ കണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റിനെ തെറ്റായി കണ്ട ദൈവം നീതിയോടുകൂടി തക്കതായ ഒരു ശിക്ഷ വിധിക്കുന്ന ഒരു നീതിമാനായ ദൈവത്തെ നമുക്ക് തുടക്കത്തിൽ കാണാം. എന്നാൽ അതേസമയം താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുന്നിൽ തൻ്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുന്നവരടുത്ത് ദൈവം രക്ഷകനായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വേണ്ടപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ, തെറ്റിനെ ന്യായീകരിക്കാത്ത ഒരു സ്വഭാവം. നാം തെറ്റിനെ തെറ്റായി കണ്ട് അത് ഏറ്റുപറയുകയും അത് മാപ്പപേക്ഷിക്കുകയും ചെയ്യണം. പിന്നെ നമുക്ക് മാതൃകയാക്കുന്ന മറ്റൊരു കാര്യമാണ്, ജീവിതത്തിൽ എത്ര അന്ധകാരം വന്നാലും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടരുത്. പിന്നെ നാം കാണുന്നത് മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. നിർമ്മലതയോടെ ദൈവസന്നിധിയിലെത്തുന്നവരുടെ ദൈവം ഒരിക്കലും ക്ഷമിക്കാതിരിക്കുകയില്ല.
നമ്മെ ഇത്രയും സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിനെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. നമ്മൾ ഒരു തെറ്റിലും പോകാതെ നമ്മുടെ ദൈവത്തിനെ ആശ്രയിച്ച് ദൈവമക്കളായി നാം ജീവിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.